എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടയ്ക്കലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടയ്ക്കലാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി വരുന്നത് സ്ഥിരജോലിയാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ലാബ് ടെക്നീഷ്യനാണ്. കാറ്റഗറി നമ്പർ 101/2024 ആണ്. ഓരോ പോസ്റ്റിനും ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് VHSC MLT കോഴ്സ് അല്ലെങ്കിൽ +2 പാസ് വിത്ത് സയൻസ് ഗ്രൂപ്പാണ് വേണ്ടത്. കൂടാതെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതുപോലെ തന്നെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഒന്നെങ്കിൽ VHSC MLT അല്ലെങ്കിൽ +2 സയൻസ്, കൂടാതെ DMLT ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കേരള പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഈ പോസ്റ്റിലേക്ക് ശമ്പളം ലഭിക്കുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC or ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. വേക്കൻസി വരുന്നത് 2 വേക്കൻസിയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി OBC കാറ്റഗറിയൊക്കെ തന്നെ 500 രൂപയും SC ST കാറ്റഗറിക്ക് 300 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 102/2024. തസ്തികയുടെ പേര് ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ ഓപ്പറേഷനിലൊക്കെ തന്നെ പ്രൊഫഷൻസി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട്. വേക്കൻസി 2 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി OBC കാറ്റഗറി 500 രൂപ, SC ST കാറ്റഗറി 300 രൂപയാണ്. ഇനി അടുത്ത പോസ്റ്റ്, അടുത്തതും ക്ലർക്ക് പോസ്റ്റ് തന്നെയാണ്. കാറ്റഗറി നമ്പർ 201/2024 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. ശമ്പളം ലഭിക്കുന്നത് സെയിം തന്നെയാണ്. 26,500 മുതൽ 60,700 വരെ. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. ഈ പോസ്റ്റ് SC കാറ്റഗറിക്ക് മാത്രം ഉള്ളതാണ്. 2 വേക്കൻസിയാണുള്ളത്. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. ഇനി അടുത്ത പോസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 202/2024 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. റിസർവ്ഡ് ഫോർ SC കാറ്റഗറിയാണ്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപ. അടുത്ത പോസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിലാണ്. കാറ്റഗറി നമ്പർ 203/2024 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് പാസ്സായിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. ഒരു വേക്കൻസി ഉള്ളൂ. അത് SC കാറ്റഗറിക്ക് മാത്രമാണ്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപ. അടുത്ത പോസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 301/2024 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 10ാം ക്ലാസ് പാസ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഉണ്ടായിരിക്കണം. KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും അറിഞ്ഞിരിക്കണം. സാലറി ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഈ പോസ്റ്റ് റിസർവ്ഡ് ഫോർ PH കാറ്റഗറിയാണ്. അപേക്ഷാ ഫീസ്
ജനറൽ കാറ്റഗറി 500 രൂപ, SC കാറ്റഗറി 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ കീഴിൽ PSC പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ്. സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സൈസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ <200 KB ആയിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ <50 KB ആയിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം. കൃത്യമായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചർ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ട് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. കാരണം എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20 താല്പര്യമുള്ളവർ മറക്കാതെ അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ PSC പരീക്ഷ ഇല്ലാതെ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടക്കലിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട, cmd.kerala.gov.in ആണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20 താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.